ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? ഗോതമ്പ് വെച്ചിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ അന്ന് റെഡിയാക്കാൻ പോണേ. 1/4 കപ്പ് ഗോതമ്പാവ് എടുത്തിട്ട് ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പ്, 2 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യും ഉപ്പും എല്ലാം കൊടുത്ത് ആവണ പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് രണ്ടാം പാല് ചേർത്തിട്ട് ചപ്പാത്തി മാവിന് കുഴക്കണേക്കാട്ടിലും കുറച്ച് ലൂസായിട്ട് കുഴച്ചെടുക്കാം. 1/4 കപ്പ് വേണ്ടിയില്ല, ഞാൻ 1/4 കപ്പ് എടുത്തുന്നേ ഉള്ളൂ. നമുക്ക് ആവശ്യാനുസരണം ഒഴിച്ച് കുഴച്ചാൽ മതി. നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ട് ഇത്ര ലൂസായിട്ട് വേണം മാവ് നമുക്ക് കുഴയ്ക്കാനായിട്ട്. ഈ മാവ് നമുക്ക് രണ്ടാക്കാം. ഇത് റസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട കേട്ടോ. രണ്ടാക്കിയെന്ന് ഒരു ബോൾ എടുത്ത് നമുക്ക് നല്ല നീളനെ എത്ര കനം കുറച്ച് റോളാക്കാൻ പറ്റുമോ അത്രയും കനം കുറച്ച് റോളാക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം കനം കുറച്ച് റോളാക്കിയിട്ട് നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് ഈ അറ്റം കളയാം, എന്നിട്ട് ചെരിച്ചിട്ട് കട്ട് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഒരെണ്ണം ഫുള്ളാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇത് മാറ്റി വെച്ചിട്ട് അടുത്ത ബോൾ നമുക്ക് ഇതേപോലെ ഉരുട്ടിയിട്ട് കട്ട് ചെയ്തെടുക്കാം. രണ്ടാമത്തെ റോളാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തു. ഇനി ഇതൊക്കെ നമുക്ക് സ്റ്റീമറിൽ വെച്ച് കൊടുക്കാം. വെക്കുമ്പോൾ ഒരു ഇലയോ പ്ലേറ്റോ എന്തെങ്കിലും വെച്ചിട്ട് വെച്ചാൽ മതിയിട്ട്, അല്ലെങ്കിൽ തിളയ്ക്കുമ്പോൾ വെള്ളം ഇതിലേക്ക് ആവും. ഇനി നമുക്കിത് 10 മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം. ആവി കയറ്റാൻ വെച്ചിട്ട് 10 മിനിറ്റായി. മാറ്റി വയ്ക്കുക. ഇത് നല്ലോണം തണുക്കണം കേട്ടോ. അതിൻ്റെ ശേഷം ഇത് എടുക്കാൻ പാടുള്ളൂ. അത് തണുക്കുമ്പോഴേക്കും നമുക്ക് ഒരു അച്ച് ശർക്കര ഉരുക്കി എടുക്കാം. ഞാൻ ഒരു അച്ച് എടുത്തിട്ടേ ഉള്ളൂ. നിങ്ങൾക്ക് മധുരം എന്തോരം വേണോ അതനുസരിച്ച് എടുത്തോളൂ. ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർക്കും. ശർക്കര നല്ലോണം അലിഞ്ഞ് കിട്ടി. ഇത് മാറ്റി വയ്ക്കാം. വേറെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാനിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് എടുത്ത് അരമണിക്കൂർ കുതിർത്തി വേവിച്ച് വെച്ചേക്കണതാണ്. അത് നെയ്യിലേക്ക് ഇട്ട് കൊടുക്കാം. നെയ്യിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുക. നമ്മൾ വേവിച്ച കാരണം ഇത് കുറേശ്ശെ ഈർപ്പം ഉണ്ടാവും. 1 ടേബിൾ സ്പൂൺ ചിരകിയ നാളികേരം ചേർക്കാം. നാളികേരം നെയ്യിൽ ഒന്ന് നല്ലോണം വാട്ടിയെടുക്കാം. കളറൊന്നും മാറണ്ട. നാളികേരം വാടി വരുമ്പോൾ ഇതിലേക്ക് 5-6 കാഷ്യൂ എടുത്ത് ചെറുതായി മുറിച്ചതാണ്, അതും ചേർക്കുന്നുണ്ട്. കാഷ്യൂം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഉരുക്കി വെച്ചേക്കണ ശർക്കരപ്പാനി ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ രണ്ടാം പാല് ചേർക്കുന്നുണ്ട്. എല്ലാം മിക്സ് ചെയ്ത് നല്ലോണം തിളക്കട്ടെ. ആ പരിപ്പിലൊക്കെ ശർക്കരപ്പാനി പിടിക്കണം. ശർക്കരപ്പാനിയൊക്കെ ചേർത്ത് നല്ലോണം തിളച്ച് ഒന്ന് കുറുകി തുടങ്ങി. ഈ സമയത്ത് നമുക്ക് ഏലക്കപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഇനി എല്ലാം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കണേ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തണുത്ത് കഴിയുമ്പോൾ തന്നെ വരും ഇട്ടാൽ ഒട്ടില്ല കയ്യിൽ. ആ ചൂടോടുകൂടി എടുക്കുമ്പോൾ നമുക്ക് ഒട്ടിപ്പിടിക്കും. ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇതിലേക്ക് ഈ ശർക്കരപ്പാനി പിടിക്കണം. ഇതിൽ ചേർത്തതിന് ശേഷം 1 മിനിറ്റോളം നമുക്ക് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഗോതമ്പപ്പത്തിലും നല്ലോണം ശർക്കരപ്പാനിയൊക്കെ പിടിച്ചിട്ടുണ്ടാവും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1-ാം പാലാണ് ചേർക്കേണ്ടത്. 1 ടേബിൾ സ്പൂൺ നല്ല കട്ടിയുള്ള 1-ാം പാല് ഇളക്കി കൊടുക്കണം കേട്ടോ. 1-ാം പാല് ചേർത്തതിന് ശേഷം 1-ാം പാല് ഒന്ന് വറ്റിച്ചെടുക്കും വേണം നമുക്ക്. നമ്മൾ ഇളക്കണ കാരണം ഇത് പിരിഞ്ഞു പോവില്ല. ഇളക്കാണ്ട് വിട്ടാലേ പിരിയുള്ളൂ. 1-ാം പാല് ചേർത്തിട്ട് നല്ലോണം വറ്റിയിട്ടാൽ ഇനി ഇതിലേക്ക് ഞാൻ ഗ്രേറ്റ് ചെയ്ത കുറച്ച് നാളികേരം ഇടുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെന്നുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് ഫ്ലെയിം ഓഫ് ആക്കാട്ടോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി. അടിപൊളി ടേസ്റ്റാണ് തേങ്ങാപ്പാലൊക്കെ ചേർക്കണ കാരണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. പുതിയ റെസിപ്പി ആയിട്ട് അടുത്ത വീഡിയോയിലാണ്. See you. Bye.